പെട്ടത് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നിമിഷങ്ങളാണ്. ഹല്ലേലൂയ. നിരപ്രകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ് എന്നാണ് കോരപുത്രന്മാർ 84 സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ പദവിയിൽ ഇന്ന് രാത്രികാലം നമുക്കായിരിക്കാൻ ആമേൻ ഇടിയാക്കിയ ദൈവത്തിന് നന്ദിയോടുകൂടി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവവചനം ശുശ്രൂഷയ്ക്കായി അതിലെ GME ഡയറക്ടറായിരിക്കുന്ന EK ഷണായി പാസ്റ്റർ ദൈവം നമ്മുടെ മധ്യമുണ്ടല്ലോ. ഇതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും ആ ചുമതല കൊടുക്കുകയും ചെയ്യുന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചനം ആഴമായി ചിന്തിക്കുവാനും പഠിക്കുവാനും ഗ്രഹിപ്പാനും ദൈവദാസന് കഴിഞ്ഞിട്ടുണ്ട്. ചില നാളുകളായി ബൈബിൾ ക്ലാസ് ആമേൻ പാസ്റ്ററുടെ വീടിനടുത്ത് മാങ്ങാനത്ത് തന്നെ എടുക്കുവാനിടയായി തീർന്നു. ആമേ അങ്ങനെ തിരുവചനം നന്നായി പഠിപ്പിക്കുവാനും ആമേൻ പ്രസംഗിക്കുവാനൊക്കെ കഴിവുള്ള ഒരു ദൈവത്തിന്റെ വിലപ്പെടുദാസനാണ് പാസ്റ്റർ EK ഷണായി. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ വളരെ പ്രാർത്ഥനാപൂർവം ദൈവമക്കളായിരിക്കണം എന്ന് ഓർപ്പിച്ച് ശുശ്രൂഷയ്ക്കായി പാസ്റ്റർ EK ഷണായിയെ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാട്ടെ. Praise the Lord. Hallelujah. Praise the Lord. സന്തോഷമുള്ള ഒരു കരങ്ങൾ ഉയർത്തി എന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തീരുമാനിച്ചതുമായിരിക്കുന്ന ഗ്രേസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ GMI ക്രൂസേഡ് ദീർഘവർഷങ്ങളായി ഗ്രാമം തോറും ഞങ്ങൾ നടത്തി വരികയാണ്. ഏകദേശം 300 യോഗത്തോളം അടുത്തിരിക്കുകയാണ്. ഈ മാസം അവസാനം ഞങ്ങൾ കുമരത്ത കരി എന്ന് പറഞ്ഞായിരിക്കുന്ന സ്ഥലത്താണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ യോഗം നടത്തുവാനായിരിക്കുന്ന ക്രമീകരണങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തന്നത് പ്രിയപ്പെട്ടതായിരിക്കുന്നതിൻ്റെ ദീർഘവർഷങ്ങളായിട്ട് എൻ്റെ സ്നേഹിതനായിരിക്കുന്ന നിങ്ങളുടെ ഈ ദേശനിവാസിയായിരിക്കുന്ന പ്രിയപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞുവൻ ബ്രദർ അവറുകളാണ്. ഇവിടെ യോഗം നടത്തുവാൻ കഴിഞ്ഞ വർഷം ഓർപ്പിച്ചുവെങ്കിലും നടത്തുവാൻ കഴിഞ്ഞില്ല. ഈ വർഷം യോഗം നടത്തണം എന്ന് പറഞ്ഞ ഇവിടെ കടന്നു വന്ന് ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരുവാനിടയായ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. വിശേഷാൽ ഇവിടെ വായിക്കുന്ന പ്രിയപ്പെട്ടതായിരിക്കുന്ന സ്തോത്രം പ്രിയ ആൻറ്റി ഞങ്ങൾക്ക് കറണ്ട് തരുവാനിടയായി, ഈ വീട്ടിൽ നിന്നും കറണ്ട് തരുവാനിടയായി. അങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ യോഗത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ദൈവമക്കളായിരിക്കും നിങ്ങളെല്ലാവരും കടന്നു വന്നതുകൊണ്ടാണ്. വിശേഷാൽ ഈ യോഗം ഇവിടെ ലൈറ്റ് സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുവാൻ നമ്മുടെ മണർകാട് പോലീസ് അധികാരികൾ നൽകുവാനിടയായി GMI വോയിസ് ആണ് പ്രൈസലോ ഇവിടെ ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിൽ അനുഗ്രഹിക്കുന്ന ദീർഘവർഷങ്ങളായി എൻ്റെ സ്നേഹിതനും പ്രൈസലോ ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ കാണുന്നതായിരിക്കുന്ന പ്രിയ പാപ്പച്ചി പാസ തൻ്റെ വീടിൻ്റെ മുറ്റത്തും താൻ ഞാലിയാകുഴിയിൽ ശുശ്രൂഷിക്കുന്ന സമയത്തും ഈ GMI ക്രൂസേഡ് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് നടത്തുവാൻ ദൈവമിടയാക്കി. ഈ യോഗം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഉദ്ഘാടനം ചെയ്യുവാനും കർത്താവിൽ അനുഗ്രഹീതനായിരിക്കുന്ന ബഹുമാന്യനായിരിക്കുന്ന ആദരനായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനെ ദൈവം ഒരുക്കിയതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഈ യോഗത്തിന് ഞങ്ങളുടെ ക്രൂസേഡിൻ്റെ ഒരു മെമ്പറാണ് പ്രൈസലോ ദൈവന പ്രഭാഷണം നടത്തിയതായിരിക്കുന്ന ഇന്നലെ നടത്തിയതായിരിക്കുന്ന പ്രിയ മോളി ആൻറ്റി ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പ്രൈസലോ സൗണ്ട് സിസ്റ്റമൊക്കെയും വർക്ക് ചെയ്യുന്നത് പ്രിയപ്പെട്ടതായിരിക്കുന്ന ഇതിൻ്റെ മെമ്പറായിരിക്കുന്ന അനീഷും എൻ്റെ പ്രിയ പൈതങ്ങളുമാണ്. അവരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഈ ഉച്ചഭാഷണിലൂടെ ശബ്ദം പലർക്കും ഒരരോചകത്വമായി തോന്നിയെങ്കിലും പ്രൈസലോ ഈ യോഗ നിമിത്തമായി നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പൂർണ്ണമായി പ്രൈസലോ നിങ്ങൾ എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ എല്ലാവർക്കും പ്രത്യേക നന്ദിയും രേഖപ്പെടുത്തുകയാണ്. എല്ലാവരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം ദൈവദിന ചിന്തയ്ക്കായിട്ട് സമയം വേർതിരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ശാരീരിക മരമായിരിക്കുന്ന നിലകളുമായിരിക്കുന്ന പ്രയാസങ്ങളൊക്കെയും
ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മറ്റുള്ള ദൈവാസനെ ശുശ്രൂഷയ്ക്കായി ഞാൻ ക്രമീകരിച്ചിരുന്നു. അപ്പോൾ തന്നെ താനും വിളിച്ചു പറഞ്ഞു, എനിക്ക് പനിയും ചുമയുമായിട്ട് എൻ്റെ പാസ് ഒരു രക്ഷയുമില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം, പാസ് തന്നെ ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ. ഏതായിരുന്നാലും ദൈവം പ്രൈസ് ദി ലോർഡ് മുന്നമേ കണ്ടതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ദേശനിവാസികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എൻ്റെ ഒരു സഹോദരി ചേച്ചി ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. താഴെ ഷെർലിയുടെ പ്രൈസ് ദി ലോർഡ് മൂത്ത സഹോദരിയാണ്. എന്നെ ചെറുപ്രായം മുതൽ ഞങ്ങളൊരു ദേശക്കാരാണ്. ഞാൻ കർത്താവിൻ്റെ വേളുള്ള ബന്ധത്തിൽ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. ഇത് 40ാമത്തെ വർഷമാണ്. സ്തോത്രം. എന്നെക്കുറിച്ച് ചെറിയ പ്രായം മുതൽ അറിയാവുന്ന ആളായിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. വയസ്സ് 57ാമത്തെ വർഷമായി. 57ാമത്തെ വയസ്സിൽ 40 വർഷത്തോളം. ഇതൊക്കെ വയസ്സും പ്രായമൊന്നും ആരും അങ്ങനെ പറയാറില്ല. സ്തോത്രം. അല്ല, ഞാനിതൊക്കെ അടിച്ചങ്ങ് വിടും. പ്രൈസ് ദി ലോർഡ്. നല്ല പ്രായത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിപ്പാനിടയായി. 40 വർഷമായിട്ട് ഇന്നും കർത്താവിനെ സേവിക്കുകയും ഇന്ത്യ പെന്തക്കോസ്ത് IPC ആനത്താന ഗാദസഭയുടെ ശുശ്രൂഷയിലും ഈ GMI മിനിസ്ട്രിയുടെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിപ്പാൻ എല്ലാം ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സമയം മുൻപോട്ട് കടന്നു പോകുന്നുവല്ലോ. ഹല്ലേലൂയ. കൃത്യസമയം നമ്മൾ ഇന്നലെ നിർത്തിയതായിരിക്കുന്ന കൃത്യസമയത്ത് തന്നെ നമ്മൾ ശുശ്രൂഷയെ അവസാനിപ്പിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ചുമ വരാതിരിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഇല്ല എങ്കിൽ മൈക്കിലൂടെ നിങ്ങൾ എന്ത് ചെയ്യും? ചുമ കേട്ടോണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന ദൈവനാമത്തിൽ അർപ്പിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവവചന ചിന്തയ്ക്കായിട്ട് വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ളതായിരിക്കുന്ന തിരുവചനങ്ങൾ കർത്താവിൽ അനുഗ്രഹീതനായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ ദാനിയേൽ പാസ ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. നമുക്കെല്ലാവർക്കും കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. പരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗപിതാവേ, ഈ മഹായോഗത്തിൻ്റെ കടിശി രാത്രികാലം ദൈവത്തിൻ്റെ വചന പഠന ചിന്തയ്ക്കായി ഞങ്ങൾ വായിച്ചതായ തിരുവചനത്തെ കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പനിമിഷം കർത്താവേ, ഈ വചനം ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ധ്യാനിക്കട്ടെ. ദൈവാത്മാവ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അത് ദേശത്തിന് വലിയ വിടുതലായി അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. കടന്നു വന്നതായിരിക്കുന്നതായ നിന്റെ ജനം പ്രത്യാശയോടെ ഇവിടെ കൂടാരങ്ങളിലേക്ക്, വിടുതലോടെ ഇവിടെ കൂടാരങ്ങളിലേക്ക് കടന്നു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ. അടിയനെ ക്രൂശോട് മറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ മേൽവിചാരണയിലും നിയന്ത്രണത്തിലും നിറവിലും ദൈവമോട് നിലനിർത്തുമാറണമേ എന്നടിയനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും വ്യാജനം കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൻ ഒരു പാട്ടൊക്കെ പാടുന്ന ചുമകാരൻ്റെ മന്തിയാണ്. എങ്കിലും ഒരു പാട്ടിൻ്റെ പല്ലവി പാടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. മയയാമി ലോകം ഇതു മാറും നിഴൽ പോലെ, മാറും മണ്ണായി വേഗം നിൻ ജീവൻ പോയിടുമ്പോൾ. മായയാമി ലോകം ഇതു മാറും നിഴൽ പോലെ, മാറും മണ്ണായി വേഗം നിൻ ജീവൻ പോയിടുമ്പോൾ. ആനന്ദത്താൽ ജീവിതം മനോഹരമാക്കാം, ആനന്ദത്താൽ ജീവിതം മനോഹരമാക്കാം. എന്ന് നിനക്കല്ലേ
ഇതു നശ്വരമാണേ. എന്നും നിനക്കല്ലേ ഇതു നശ്വരമാണേ. പൂ പോലുണങ്ങിയിടും നിൻ ജീവിതം പെട്ടെന്നോടുങ്ങിയിടും. പൂ പോലുണങ്ങിയിടും നിൻ ജീവിതം പെട്ടെന്നോടുങ്ങിയിടും. മായയാമി ലോകം ഇതു മാറും നിഴൽ പോലെ. മാറും മണ്ണായി വേഗം നിൻ ജീവൻ പോയിടുമ്പോൾ. ആനന്ദത്താൽ ജീവിതം മനോഹരമാക്കാൻ, ആനന്ദത്താൽ ജീവിതം മനോഹരമാക്കാൻ. എന്ന് നിനക്കല്ലേ ഇതു നശ്വരമാണേ. എന്ന് നിനക്കല്ലേ ഇതു നശ്വരമാണേ. സ്വർഗീയ പറുദീസയിൽ പോകുവാൻ നിനക്കാശയോ? സ്വർലോകത്തിൻ ഉടയവനെ സ്വീകരിക്കുവിൻ. സ്വർഗീയ പറുദീസയിൽ പോകുവാൻ നിനക്കാശയോ? സ്വർലോകത്തിനുടയവന് സ്വീകരിക്കുവിൻ. പൂ പോലുണങ്ങിയിടും നിൻ ജീവിതം പെട്ടെന്നോടുങ്ങിയിടും. സന്തോഷമുള്ളവർ ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി കാലം അല്പസമയം നമ്മൾ ദൈവനെ ചിന്തിക്കുവാൻ പോകുന്നത് മരണമില്ലാത്ത മനുഷ്യൻ മരിച്ചു ജീവിക്കുന്നു. എന്താ ഒന്നെല്ലാവരും പറഞ്ഞാട്ടെ. മരണമില്ലാത്ത മനുഷ്യൻ മരിച്ചു ജീവിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ആ 13-ാമത്തെ വാക്യം ഒന്നുകൂടി കർത്തദാസൻ വായിച്ചാട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലായിരിക്കുന്ന വിശുദ്ധന്മാർക്കും ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിലായിരിക്കുന്നതായ സകല മനുഷ്യർക്കും സകല മാനവരാശിക്കും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ മരിച്ചവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുതെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ പ്രസംഗം കൊണ്ട് ഞാനും അത് ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, മോനെ, മോളെ, മരിച്ചവരെ കുറിച്ച്, മരിക്കുവാൻ പോകുന്ന നിന്നെ കുറിച്ച് നിനക്കൊരറിവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിന്റെ യാത്ര മരണത്തിലേക്കുള്ള യാത്രയാണ്. ആ മരണത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മരിച്ചവരെ കുറിച്ച് അറിവില്ലാത്തവരായി ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ ആയി തീരരുത്. മരണം നിന്നെ പിടിപെടുന്നതിന് മുമ്പ് നീ മരണത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് വിണ്ണിൽ നിന്നും ഇറങ്ങി വന്നവനായ സർവശക്തനായ ദൈവം, ഏകനായ ദൈവം തന്നിലുള്ളതായിരിക്കുന്ന പിതൃത്വം മൂന്നായി തിരിഞ്ഞ, അഥവാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് മൂന്നായി തിരിഞ്ഞെന്തിന്? ദേഹം, ദേഹി, ആത്മാവ് എന്ന ത്രിയേക ഘടകമായിരിക്കുന്നതായ മനുഷ്യ, നിന്നെ സൃഷ്ടിപ്പാൻ ഏകനായ ദൈവം പിന്നിൽ നിന്നും, അഥവാ നിത്യതയിൽ നിന്ന്, ഭൂതകാല നിത്യതയിൽ നിന്നോ നിത്യ സിയോനിൽ നിന്നോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് നിലത്തെ പൊടി കൊണ്ട് താൻ ഒരു സാദൃശ്യം മെനഞ്ഞുണ്ടാക്കി. ദൈവം തന്റെ വാഗുകൊണ്ട് സൃഷ്ടിച്ചതായിരിക്കുന്നതായ കാട്ടുറുമ്പ് മുതൽ കാട്ടാന വരെ
മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി കണ്ടുപിടിക്കുന്നതായിരിക്കുന്ന ബാക്ടീരിയ വരെയും സൃഷ്ടിച്ചവനായ ദൈവവും നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണുവാൻ കഴിയാത്തതായിരിക്കുന്നതായ ഹല്ലേലൂയ ജീവികളെ സൃഷ്ടിച്ചവനായ ദൈവം ഹല്ലേലൂയ അതിന്റെ ഒന്നും സാദൃശ്യമല്ല ഉണ്ടാക്കിയത്. ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു സാദൃശ്യം. ഇതെന്തിനാണെന്നറിയോ? ദൈവത്തിന്റെ സാദൃശ്യം ദൈവം ഉണ്ടാക്കിയത് എന്നെങ്കിലും സ്തോത്രം നിത്യതയിൽ നിത്യസ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവത്തിന് എന്തെങ്കിലും ഭൂമിയിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ദൈവം തന്റെ സാദൃശ്യമാണ് ഉണ്ടാക്കിയത്. പ്രൈസലോ ദൈവം എടുക്കുമ്പോൾ ആ സാദൃശ്യമേ എടുക്കത്തുള്ളൂ. പിന്നാലെ നിങ്ങൾക്കത് ശുശ്രൂഷയിൽ മനസ്സിലാക്കുവാനിടയാകും. അങ്ങനെ എന്ത് ചെയ്യാണ്? സർവശക്തനായ ദൈവം ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ ഒരു സാദൃശ്യം മെനഞ്ഞുണ്ടാക്കി. പ്രൈസലോ കണ്ണുണ്ട്, കാണുന്നില്ല. ചെവിയുണ്ട്, കേൾക്കുന്നില്ല. കൈയുണ്ട്, പ്രവൃത്തിയില്ല. കാലുണ്ട്, നടക്കുന്നില്ല. ശരീരമുണ്ട്, അതിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി വെളിപ്പെടുന്നില്ല. നാവുണ്ട്, സംസാരിക്കുന്നില്ല. ഹല്ലേലൂയ ഇതാ ഒരു സാദൃശ്യം ഉണ്ടാക്കിയിട്ട് സർവശക്തനായ ദൈവം പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന പ്രത്യേക വ്യക്തിയായിരിക്കുന്നതായ ഹല്ലേലൂയ മനുഷ്യനായിരിക്കുന്ന തന്റെ സ്വരൂപം യഹോവയായ ദൈവം മനുഷ്യന്റെ മൂക്കിലേക്ക് അഥവാ ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാമിന്റെ മൂക്കിലേക്ക് ഊതിക്കയറ്റി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം നമുക്ക് അറിയാം. ഇന്ന് എന്ത് ചെയ്യാണ്? ഇന്ന് അനേക താത്വിക നിരീശ്വരന്മാരായിരിക്കുന്ന നിരീശ്വരവാദികള് ഹല്ലേലൂയ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഹല്ലേലൂയ വാലും പൊക്കി ചാടുന്നായിരിക്കുന്ന കുരങ്ങിൽ നിന്നോ അഥവാ ഏകകോശ ജീവിയായിരിക്കുന്നതായ അമീബയിൽ നിന്നോ ബഹുകോശ ജീവിയായിരിക്കുന്നതായ ഹൈഡ്രോത്രീപാളിയിൽ നിന്നോ എന്ന് വേണ്ട നീയാണ്ടർത്താൽ ഹല്ലേലൂയ ആ ഉണ്ടായതായിരിക്കുന്നതായ മത്സ്യത്തിൽ നിന്നോ കുരങ്ങിൽ നിന്നോ ഉണ്ടായതാണ് മനുഷ്യനെന്നാണ് ഹല്ലേലൂയ. എന്നാൽ വിശുദ്ധ തിരുവചനം നമ്മളെ പഠിക്കുമ്പോൾ കാണുവാനിടയാവുന്ന ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചു. അതാണെന്ന് ഭൂമി മുഴുവനും ലോകം മുഴുവനും വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിരീശ്വരവാദികളായിരിക്കുന്ന ഡാർവിന്റെ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചവരെന്ത് ചെയ്യാണ്? ഇന്നെന്തിയാണ്? ദൈവത്തിന്റെ സൃഷ്ടിയിലേക്ക് ഇറങ്ങി കടന്നു വന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹിയായി തീർന്നതായിരിക്കുന്ന മനുഷ്യനെ യഹോവയായ ദൈവം കിഴക്കൊരു തോട്ടമുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ വിശുദ്ധ തിരുവചനത്തിൽ വായിക്കുന്നത് ഏദൻ തോട്ടമാണ് വായിക്കാൻ പ്രൈസ് ദി ലോർഡ് ആഗ്രഹിക്കുന്നില്ല. ഏദൻ തോട്ടത്തിൽ കൊണ്ട് ആക്കി വെച്ചു. ഏദൻ തോട്ടത്തിൽ കൊണ്ട് ആക്കി വെച്ചിട്ട് ആദാമിനോട് ദൈവം എന്ത് ചെയ്യാണ്? ദൈവിക പ്രമാണം നൽകുവാനിടയായി, ദൈവിക കൽപ്പന നൽകുവാനിടയായി. എന്താണ് നിന്റെ കൽപ്പന? പ്രൈസ് ദി ലോർഡ്. തോട്ടത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന സകല ചരാചരങ്ങളുടെയും ഫലം നിനക്ക് ഭക്ഷിക്കാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ളതായിരിക്കുന്നതായ അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ ഭക്ഷിക്കരുത്. ഭക്ഷിച്ചാൽ ആ നിമിഷം നീ മരിക്കും. അവിടെയാണ് വിശുദ്ധ തിരുവചനത്തിലെ ആദ്യത്തെ മരണം കാണുവാനിടയാകുന്നത്. ഹല്ലേലൂയ. ഏക മനുഷ്യനായിരിക്കുന്നതായ ആദിമ മനുഷ്യനായിരിക്കുന്നതായ ഏകാന്തതയിൽ ദൈവത്തോടുകൂടെ ദൈവത്തെ മാത്രം ധ്യാനിച്ചിരിക്കുന്നവനായ വിണ്ണിൽ നിന്നും ഇറങ്ങി വന്ന മണ്ണിൽ നിന്നും ഹല്ലേലൂയ സൃഷ്ടിച്ചതായ ആദാമിൽ ജീവശ്വാസം ഊതിയപ്പോൾ മൺമയം മാറി വിൺമയമായി തീർന്നവരായിരിക്കുന്ന ആദാമിനെ ഹല്ലേലൂയ ഈ പഴയ പർദീസയിൽ കൊണ്ട് വെച്ചിട്ട് ദൈവം കൽപ്പന നൽകി. ഹല്ലേലൂയ. ഈ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്നാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. അതിനുമുമ്പ് ദൈവം പറയുന്നൊരു വാക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനിടയാകുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നീ പെട്ട് പെരുകിക്കൊള്ളുക. സ്തോത്രം. ഹല്ലേലൂയ. മരണമില്ലാത്തവനായി നിത്യായുസ്സുള്ളവനായിരിക്കുന്ന ദൈവത്തോടുകൂടെ നിത്യമായി
ദൈവത്തെ ആരാധിക്കേണ്ടതായിരിക്കുന്നതായ ആദാമിനോട് ദൈവത്തിന്റെ കൽപ്പന, നിനക്ക് മരണമില്ല, നിനക്ക് നിത്യായസാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? പുത്ര സമ്പത്തോൽപാദനത്താൽ നീ എന്ത് ചെയ്യാണ്? ഭൂമി മുഴുവനും പെരുകി ഭൂമി ഒരു കോളനിയാക്കിക്കൊള്ളുക. ഇവിടെ എനിക്ക് വലിയ ഇഷ്ടമാണ്. സ്തോത്രം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഏറുകളിൽ പാർക്കുവാൻ കേരളത്തിൽ എന്ത് ചെയ്യാണ്? ഏകദേശം 4 ഡിസ്ട്രിക്റ്റിൽ 17 സ്ഥലത്ത് 24 വീട്ടിലോളം വാടകയ്ക്ക് താമസിച്ചായിരിക്കുന്ന ഉപദേശിയ ഹല്ലേലൂയ മുസ്ലിങ്ങളുടെ മക്ക രണ്ടാമത്തെ മക്കയായിരിക്കുന്ന പൊന്നാനിയിൽ നിന്നുമാണ് ഇപ്പോൾ ആനത്താനത്ത് വന്ന് പാർക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ആൾക്കാർ തിങ്ങിക്കൂടി താമസിക്കുന്നിടത്ത് എനിക്ക് പാർക്കുവാനുള്ളതായിരിക്കുന്ന താല്പര്യം എന്തെന്ന് ഞാൻ ഒരൊറ്റ വാക്കിനാൽ പറയാം. ഈ ഭൂമിയേക്കാൾ വിലപ്പടിപ്പുള്ളതായിരിക്കുന്നതായ ഒരാത്മാ മനുഷ്യനിൽ ഉള്ളത് കൊണ്ട് മനുഷ്യർ ഒത്തിരി പാർക്കുന്ന ഇടത്ത് പാർക്കുവാൻ എനിക്ക് വളരെയേറെ ഇഷ്ടമാ. കാരണം എന്ന് ചോദിച്ചാൽ ഒരാത്മാക്കളെ എങ്കിലും എന്ത് ചെയ്യാണ്? ജീവന്റെ പുസ്തകത്തിലൂടെ പേരെഴുതി കാണേണ്ടതിന് വേണ്ടി അവരോട് സത്യ സുവിശേഷം അറിയിക്കുവാൻ എനിക്ക് വളരെ വെമ്പല. ഹല്ലേലൂയ. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ആദാമിനോട് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഹവ്വ ഇല്ലായിരുന്നു, ഇല്ല. അങ്ങനെ ഇരിക്കവേ സായാഹ്നവേളയിൽ സർവശക്തനായ ദൈവം എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ ഏദൻ പർദീസയിൽ ഇറങ്ങി വരുമ്പോൾ അവന്റെ മുൻപിലൂടെ കാട്ടുറവ് മുതൽ കാട്ടാന വരെയുള്ളതായിരിക്കുന്നതായ സകല വന്യമൃഗങ്ങളെയും സകല ജീവജാലങ്ങളെയും അയച്ചു. ആദാം അതിനെല്ലാം പേരിട്ടു. പേരിട്ടതായിരിക്കുന്ന ആദാം നോക്കുമ്പോൾ ഹല്ലേലൂയ അതെല്ലാം ഇണചേർന്ന് ഒന്നിച്ച് കടന്നു പോകുന്നതായിരിക്കുന്ന സമയത്ത് ആദാമിന് വലിയ പ്രയാസമാകുവാനിടയായി. വളരെ ദുഃഖിതനായി അവൻ ഏകാന്തതയിൽ മൗനമായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് ഹല്ലേലൂയ ആദാം ദുഃഖിച്ചിരിക്കുന്നത് കണ്ടിട്ട് സർവശക്തനായ ദൈവം അവരൊരു ഗാഢനിദ്ര വരുത്തി. ഹല്ലേലൂയ ആദാമിൽ ഉണ്ടായിരുന്ന ഹവ്വയെ സർവശക്തനായ ദൈവം പുറത്തെടുത്ത് ഒന്നിച്ചു ചേർപ്പാനിടയായി. ആമേൻ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതായിരിക്കുന്ന ഈ കൽപ്പന, ഈ പ്രമാണം ഹവ്വ എന്തില്ല? കേട്ടിട്ടില്ല. ആദാമിനോടാ പറഞ്ഞതാ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കവേ ഇവര് രണ്ടുപേരും ആദാവും ഹവ്വയും തോട്ടത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഇടയ്ക്കിടയ്ക്ക് ഒരുവൻ എന്ത് ചെയ്യാണ്? കയറി വരും. അവൻ ആരാണെന്നറിയാമോ? ഹല്ലേലൂയ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് ഈ ഭൂമിയുടെ ഹല്ലേലൂയ പ്രായം നമ്മൾ പഠിക്കുമ്പോൾ, പുരാതന കാല ഭൂമിയുടെ പ്രായം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ 7000 കോടി വർഷമായിരുന്നു ഈ ഭൂമിക്ക് പഴക്കം. എന്നാൽ ഹല്ലേലൂയ 6000 കോടി വർഷക്കാലം ലൂസിഫർ ഹല്ലേലൂയ തന്റെ ദൂതന്മാരോ ഈ ഭൂമിയിൽ പാർത്തു. എന്നാൽ ലൂസിഫർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം 1000 കോടി വർഷക്കാലം ഈ ഭൂമിയെ നരകത്തിലേക്ക് അഥവാ അധമ പാതാളത്തിലേക്ക് ഇട്ടു. ലൂസിഫർ അഥവാ സാത്താനും സാത്താനിക ദൂതന്മാരും ഹല്ലേലൂയ പൈശാചിക ശക്തികളെല്ലാം ദൈവം എന്തിയാണ്? ഭൂമിയോടുകൂടെ നരകത്തിൽ ശിക്ഷിച്ചു. 1000 കോടി വർഷം കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം ഈ ഭൂമിയെ വീണ്ടും പുനരുദ്ധരിച്ചെടുത്തപ്പോൾ അങ്ങോട്ട് പോയവൻ ഒന്നായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ സാത്താന്റെ തൃത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സാത്താന്റെ തൃത്വം 1 മഹാസർപ്പം, 2 കള്ളപ്രവാചകൻ, 3 ഘോരവും ഭയങ്കരമായിരിക്കുന്ന മൃഗം. അങ്ങോട്ട് പോയത് ഹല്ലേലൂയ ഈ ഒരുവനാണ്. തിരിച്ചു വരുമ്പോൾ 33 കോടി മായിട്ടെന്തിയാണ് ദൈവങ്ങളുമായിട്ട് ഭൂമുഖത്ത് വരിക. ഹല്ലേലൂയ. അങ്ങനെ ആ ഭൂമിയെ പുനരുദ്ധരിച്ചെടുത്തവനായ സർവശക്തനായ ദൈവം ഹല്ലേലൂയ 1000 കോടി വർഷക്കാലം ഭൂമി പാഴ് ശൂന്യമായി കിടന്നപ്പോൾ അതിനെ പുനരുദ്ധരിച്ചെടുത്ത ദൈവം 6 ദിവസം കൊണ്ട്, ആമേൻ, 6 ദിവസം കൊണ്ട് സർവശക്തനായ ദൈവം എന്തിയാണ്?
അതിനെ പുനരുദ്ധരിച്ചെടുത്തു. ഹല്ലേലൂയ. 6 വർഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ 6000 വർഷമാ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ BC 4000 AD 2000 കൂടുമ്പോൾ ഒരു 4000 വർഷത്തിന്റെ കണക്ക് കിട്ടും. ഹല്ലേലൂയ. ഒന്നുകൂടി നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചാൽ കാണുവാൻ കഴിയാവുന്നത് ആദാം മുതൽ അബ്രഹാം വരെ 2000 വർഷം, അബ്രഹാം മുതൽ യേശു ക്രിസ്തു വരെ 2000 വർഷം, യേശു ക്രിസ്തു മുതൽ ഇന്നു വരെ ഹല്ലേലൂയ 2000. അതിനകത്ത് വേറെ ഒരു കണക്ക് അതിനകത്ത് വരുന്ന 6000 വർഷം തികഞ്ഞിട്ടില്ല. എന്നാൽ നമ്മളിപ്പോ 2024 വർഷമാണ് നിൽക്കുന്നത്. അത് വരുമ്പോൾ ഒന്നാമത്തെ ഒരു ദിവസം എന്തിയാണ്? ഒരു ദിവസത്തെ യോശുവ എന്ന് വെച്ച സൂര്യ നീ ഗിദെയോനും ചന്ദ്ര നീ ഗിദെയോനിലും സൂര്യ നീ അതിനോട് താഴ്വയിൽ നിൽക്ക എന്ന് പറയുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് വന്നു പോയെന്നായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് കയറിപ്പോയതായിരിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 400 വർഷക്കാലം ഈ ഭൂമി അന്ധകാരത്തിലായിരുന്നു. അങ്ങനെയെങ്കിൽ 4000 ഇന്നത്തുള്ളതായിരിക്കുന്നതായ BC 4000 AD 2000 എടുത്ത് നമ്മളിൽ 4000 വർഷം 400 വർഷം അതിൽ നിന്ന് കുറച്ചാൽ ഇതുവരെ 2000 വർഷമായിട്ടില്ല. അതാ ദൈവത്തിന്റെ വചനത്തിന്റെ പഠനം. അവിടേക്ക് ഞാൻ കടപ്പാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ മനുഷ്യലേഖനായിരിക്കുന്നല്ല എന്ന് കണ്ടിട്ട് സർവശക്തനായ ദൈവം ഒരു തീരുമാനമെടുത്തു. ഞാൻ അവന് തക്ക തുണയെ നൽകും. ആദ്യത്തെ ഓപ്പറേഷൻ സർവശക്തനായ ദൈവമാണ് നൽകുന്നത്. ആദാമിനൊരു ഗാഢനിദ്ര വരുത്തിയിട്ട് ആദാമിൽ മറഞ്ഞിരിക്കുന്നതായ ഹവ്വായെ പുറത്തെടുത്തു. രണ്ടുപേരും ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ സന്തോഷത്തോടെ അങ്ങോട്ട് വളർന്ന് ജീവിച്ച് കടന്നു വരുമ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? മരണമില്ലാതെ നിത്യായസിൽ നിത്യനായ ദൈവമായിരിക്കുന്ന എന്നെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അധമപാതാളത്തിൽ നിന്നും അഥവാ നിത്യനരകത്തിൽ നിന്നും പൊങ്ങി വന്നായിരിക്കുന്നതായ ഈ സാത്താനവന്റെ ഒന്നാമത്തെ തൃത്വമായിരിക്കുന്നതായ മഹാസർപ്പത്തിന്റെ വേഷത്തിൽ തോട്ടത്തിന്റെ വരികളിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഹവ്വ ഇങ്ങനെ നോക്കി നിൽക്കോ. ഹവ്വയോട് ചോദിക്കും, ഞാൻ അങ്ങോട്ടൊന്ന് കയറട്ടെ? അയ്യോ വേണ്ട, ചാച്ചനുണ്ട് ഇവിടെ. പിന്നെ അഗ്നിജ്വാലക്കത്തുള്ളവനായ ദൈവമുണ്ട്. ഈ തോട്ടം ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. ഈ തോട്ടത്തിൽ കയറുവാൻ പാടില്ല. പല സന്ദർഭങ്ങൾ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ സാത്താൻ ഈ മഹാസർപ്പത്തിന്റെ വേഷത്തിൽ കടന്നു വന്ന ഹവ്വ എന്ത് ചെയ്യാണ്? തോട്ടത്തിൽ കയറുവാൻ അനുവാദം കൊടുത്തു. സ്തോത്രം. കൊടുത്ത ഉടനെ തിന്നരുതെന്ന പറഞ്ഞതായിരിക്കുന്ന വൃക്ഷത്തിന്റെ ഫലം, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങ് ചായ്ച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഹവ്വായിക്ക് നൽകുവാനിടയായി. ഹവ്വായിരുത് തിന്നരുതെന്ന് പറഞ്ഞായിരിക്കുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ച അത് തിന്നു. ആ നിമിഷം എന്തിയാണ്? തന്റെ ഭർത്താവായിരിക്കുന്ന ഹവ്വായിക്ക് ആദാമിനും കൊടുത്ത മാത്രയിൽ അവിടെ അകത്തെ മനുഷ്യന്റെ കണ്ണങ്ങടഞ്ഞു, പുറത്തെ മനുഷ്യന്റെ ജഡിക കണ്ണങ്ങ് തുറന്നു. അവർ പേടിച്ചുപോയി. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയപ്പോൾ കാണുന്നത് സാത്താന്റെ തനിരൂപം, മഹാസർപ്പം, കള്ളപ്രവാചകൻ, ഓരോ ഭയങ്കരമായിരിക്കുന്ന മൃഗത്തെ കണ്ടുകൊണ്ട് ആദാവും ഹവ്വായും പേടിച്ചിട്ട് ഹല്ലേലൂയ ഓടി അവരുടെ ജീവന്റെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന രക്തത്തിൽ ലോകത്തെക്കാൾ വിലപിടിപ്പുള്ളതായിരിക്കുന്ന ആത്മാവ് ഹല്ലേലൂയ ഓടി ഒളിപ്പാനിടയായി. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യന് നിത്യായസായിരുന്നു. യഹോവയായ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ തോട്ടത്തിൽ മനുഷ്യന്റെ ശബ്ദം കേൾപ്പാനില്ല, അവന്റെ കാലച്ച കേൾപ്പാനില്ല. യഹോവയായ ദൈവം ആദാമിനെ വിളിച്ചു, ആദാം നീ എവിടെ? ഇവിടെ വരുവീൻ. ദൈവ ശബ്ദം കേട്ടപ്പോൾ, സൃഷ്ടിതാവിന്റെ ശബ്ദം കേട്ടപ്പോൾ സൃഷ്ടിയായിരിക്കുന്ന ആദാം കടന്നു വന്നു. നിനക്കെന്ത് സംഭവിച്ചു? അങ്ങ് തിന്നരുതെന്ന് പറഞ്ഞായിരിക്കുന്ന വൃക്ഷത്തിലെ ഫലം നീ എനിക്ക് കൂട്ടായി തന്നായിരിക്കുന്ന സ്ത്രീ അത് പറിച്ചു തിന്നു.
പറഞ്ഞു, ഹല്ലേലൂയ, ഞാനും അത് എനിക്കും തന്നു, ഞാനും അത് തിന്നു, ഇതാ ഞങ്ങൾ ഈ അവസ്ഥയിലായി പോയി എന്ന് പറയുവാനിടയായി. ഹല്ലേലൂയ. ദൈവജനമേ, ഞാൻ പെട്ടെന്ന് കടന്നു പോകട്ടെ. സർവശക്തനായ ദൈവം അവിടെ നിത്യായസിനെ വെട്ടിക്കുറച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യ, നിന്റെ ആയുസ്സിന് 1000 സംവത്സരമായിരിക്കും. 1000 വർഷക്കാലം നിത്യനായ ദൈവത്തോടുകൂടെ നിത്യായസിൽ മരണമില്ലാതെ ഹല്ലേലൂയ ജീവിക്കേണ്ടതായിരിക്കുന്നതായ ദൈവ മനുഷ്യനായിരിക്കുന്ന ആദാമിന്റെ ഹവ്വായുടെ ആയസ് സർവശക്തനായ ദൈവം വെട്ടിക്കുറച്ച ഹല്ലേലൂയ അവന്റെ ആയസ് 1000 സംവത്സരമാക്കി. ഇനി നീ 1000 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി. അങ്ങനെ ഇരിക്കവേ സർവശക്തനായ ദൈവം നോക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ദൂതന്മാർ ഇറങ്ങി വന്ന ഭൂമിയിലായിരിക്കുന്ന മനുഷ്യപുത്രി പുത്രന്മാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ഈ സാത്താൻ എന്ത് ചെയ്യാണ്? അവന്റെ തലമുറകളെ, പൈശാചിക തലമുറകളെ ജനിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ സർവശക്തനായ ദൈവം പറഞ്ഞു, മനുഷ്യ, നിന്റെ ആയസ് ഞാൻ വീണ്ടും വെട്ടിക്കുറയ്ക്കുന്നു. നിന്റെ ആയസ് 120 സംവത്സരമായിരിക്കും. വീണ്ടും സർവശക്തനായ ദൈവം 120 സംവത്സരമാ ഒരു മനുഷ്യന്റെ ആയുസ്. ഞാൻ മാങ്ങാനത്ത് 110 വയസ്സുകാരിക്കുന്നതായ അപ്പയെ പലർക്കും അറിയാതിരിക്കാം. ഇവിടെ അപ്പയെ ഞാൻ അടക്കുവാനിടയായി. എന്റെ പിതാവ് 103 വയസ്സുള്ളതായിരിക്കുന്നതായ മനുഷ്യനായിട്ടാണ് ഹല്ലേലൂയ ചിലമ്പുറക്കുന്നിൽ ഇന്നും വിശ്രമിക്കുന്നത്. എന്നാൽ 90-ാം സങ്കീർത്തനത്തിൽ പറയാണ്, മനുഷ്യ, നിന്റെ ആയസ് 70 ഏറെയായാൽ 80. പ്രൈസ് ദി ലോർഡ്. മോശ നോക്കിയപ്പോൾ ഇങ്ങനെ പോയാൽ ഇവനൊന്നും അധികം നാൾ എന്ത് ചെയ്യാൻ അരിയെത്തിയേക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് മോശ നോക്കിയപ്പോൾ മോശ പറയാണ്, മനുഷ്യ, നിന്റെ ആയസ് 70 അല്ലെങ്കിൽ 80 അത്രേ. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും പറയാണ്, മനുഷ്യ, നിന്റെ ആയസ് 4 വിരൽ നീളം. സങ്കീർത്തനക്കാരൻ പറയാണ് 4 വിരൽ നീളം. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ആ പിണ്ണാകാരമായപ്പോൾ ഹല്ലേലൂയ ഗർഭശിശുവായിരുന്നപ്പോൾ 9 മാസവും 9 നാഴികയും 9 വിനാഴികയും കൊണ്ട് ഉദരത്തിൽ ഉരുവായിരിക്കുന്ന സമയത്ത് നീ മാറ്റപ്പെടാമായിരുന്നു. നിന്നെ ദൈവം മാറ്റപ്പെടുത്തിയില്ല. എന്നാൽ ഒരു ശിശുവായിട്ട്, ഒരു ബാലകനായിട്ട്, ഒരു ബാലകിയായിട്ട് നീ ഈ ഭൂമിയിൽ ജനിപ്പാൻ ദൈവം ഇടയായി. ദൈവം നിനക്ക് കൃപ നൽകുവാനിടയായി. 1, നിന്റെ ബാല്യ കാലം. 2, ഹല്ലേലൂയ, നിന്റെ യൗവന കാലം. 3, നിന്റെ വാർദ്ധക്യ കാലം. അങ്ങനെ ശിശുകാലോ, ബാല്യകാലോ, ഹല്ലേലൂയ, യൗവനകാലോ, വാർദ്ധക്യകാലോ. മനുഷ്യ, നിന്റെ ആയസ് 4 വിരൽ നീളമത്രേ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്നതായ പ്രിയപ്പെട്ടവരെ, നിന്നോട് കൂടെ ഉദരത്തിൽ നിന്നും കടന്നു വന്നവർ പലരും മാറ്റപ്പെട്ടു പോയില്ലേ? പലരും മരിച്ചു മാറ്റിയെ പാട്ടപ്പെട്ടു പോയില്ലേ? നിന്റെ ദേശത്തിൽ നിന്ന് അനേകർ, നിന്റെ സ്നേഹിതർ മാറ്റപ്പെട്ടു പോയപ്പോൾ നിനക്ക് നിന്റെ തലമുറയെ ഹല്ലേലൂയ എന്റെ ദൈവം കാണുവാൻ ഇടയാക്കി. നോക്കാം, ഞാൻ ദൈവത്തെ വട്ടിയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പറയാണ്, മനുഷ്യ, നിന്റെ ആയുസ്സ് പുല്ലുപോലെ അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും സംഗീതക്കാരൻ പറയാണ്, മനുഷ്യ, നിന്റെ ആയസ് ഒരു പൂ പോലെ അത്രേ. ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചവനായിരിക്കുന്ന ശലോമോൻ, ജ്ഞാനികളുടെ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ പറയാണ്, മനുഷ്യ, നിന്റെ ആയസ് ഒരു കുഴിമുയലിന്റെ അവസ്ഥയാ. കുഴിമുയലിനെ തൊട്ടാൽ ആ നിമിഷം എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ, അത് മരിക്കും, അത് ചത്തുപോകും. അതുകൊണ്ട് ജ്ഞാനികളുടെ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ പറയാണ്, ഹല്ലേലൂയ, മനുഷ്യ, നിന്റെ ആയസ് ഒരു കുഴിമുയലിന്റെ അനുഭവം അത്രേ. കുഴിമുയലിനെ തൊട്ടാൽ ആ നിമിഷം അത് മരിച്ചു പോകും, അത് ചത്തുപോകും. ഹല്ലേലൂയ. ഇന്ന് കണ്ടവരെ, ഇന്ന് രാത്രികാലം കണ്ടവരെ, നാളെ പ്രഭാതം കാണാതെ ഹല്ലേലൂയ ഈ സംഖ്യ, ഈ വചനം അവിടെ നിറവേറുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥകൾ ഈ ദേശത്ത് ദൈവം വരുത്താതിരിക്കട്ടെ. പെടുമരങ്ങൾ മാറട്ടെ, അറ്റാക്കുകൾ മാറട്ടെ. ഹല്ലേലൂയ. സകലവിധമായിരിക്കുന്നതായ മരണ പൈശാചിക ശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ആദാമിന് നിത്യായസായിരുന്നു, മരണമില്ലാത്തവനായിരുന്നു,
പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഹമാത്തിയ എബ്രായർ ഭാഷയിൽ ഹമാത്തിയ എന്നാണ് കാണുവാനിടയാകുന്നത്. ലക്ഷ്യം തെറ്റുക. ദൈവം ഒരു ലക്ഷ്യത്തിലാണ് എന്നെ നിന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആദാമിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് അവർ തെറ്റ പറ്റിയപ്പോൾ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ മരണമില്ലാത്തവന് 3 മരണമുണ്ടായി. ഒന്ന് ആത്മീയ മരണം, 2 ശാരീരിക മരണം, 3 നിത്യമരണം. എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദേശമേ, ദേശനിവാസികളെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, മോനെ, മോളെ, ഹല്ലേലൂയ, നീ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി ജനിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ 3 മരണം ചുമന്നുകൊണ്ടാണ് ഹല്ലേലൂയ ഈ ഭൂമിയിൽ 9 മാസവും 9 നാഴികയും 9 വിനാഴികയും കൊണ്ട് നിന്റെ മാതാവ് നിനക്ക് ഈ ഭൂമിയിൽ ജന്മം തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ആമേൻ. ഒന്നാത്മീയ മരണം. ഹല്ലേലൂയ. പാപം ചെയ്തപ്പോൾ അവർക്ക് എന്ത് ചെയ്യാണ്? ദൈവ തേജസ് അവരെ വിട്ടുമാറി. പാപം ചെയ്തപ്പോൾ ഹല്ലേലൂയ സാത്താനിയ ഫലം അവിടെ ഉള്ളിൽ തിന്നരുന്നതായിരിക്കുന്നതായ ആ വൃക്ഷത്തിന്റെ പാപപങ്കുലമായിരിക്കുന്നതായ ആ ഫലം അവിടെ ഉള്ളിൽ കടന്നു എന്നപ്പോൾ ഹല്ലേലൂയ തേജസിന്റെ ശരീരം മാറി അവരെന്ത് ചെയ്യാണ്? കരത്തിരുണ്ട അന്ധകാരങ്ങൾ നിറയപ്പെടുന്നതായിരിക്കുന്നതായ സാത്താനിയ അവസ്ഥയ്ക്ക് തുല്യമായിരിക്കുന്നതായ അവസ്ഥയിൽ ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാമോ ഹവ്വായും തീരുവാനിടയായി. മനുഷ്യന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. എന്നാൽ ഇന്നൊരു ഡോക്ടർമാര് പോലും ഹല്ലേലൂയ രക്തത്തിൽ, ലേവ്യ പുസ്തകം അങ്ങനെയാ വായിക്കുന്നത്, രക്തത്തിലാണ് മനുഷ്യന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവന് ഇന്നുള്ളതായിരിക്കുന്ന ഓരോ മാനുഷിക ഗവേഷണ നിരീക്ഷകന്മാരായിരിക്കുന്ന ഡോക്ടർമാർ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവൻ, അവന്റെ പ്രാണൻ അടങ്ങിയിരിക്കുന്നവന്റെ രക്തത്തിലാണ്. എന്നാൽ രക്തത്തിൽ നിന്ന് ഇതുവരെ ആർക്കെന്തിയാണ്? അവന്റെ പ്രാണനെ തിരിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എത്ര പേർ മരിച്ചുപോയി, എത്ര പേർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അവരുടെ പ്രാണനെ, അവരുടെ ജീവനെ തിരിച്ചെടുക്കണമെങ്കിൽ ഹല്ലേലൂയ അവരുടെ രക്തം സൂക്ഷിച്ച് വെച്ചിട്ട് അവിടെ ആ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നതായ അവരുടെ പ്രാണനെ, ജീവനെ ഇന്നൊരു ഡോക്ടർമാര് തിരിച്ചെടുത്തിട്ടില്ല. ആമേൻ. ആ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രാണനിൽ സകല ലോകത്തെക്കാളും വിലപിടിപ്പുള്ളതായിരിക്കുന്നതായ മനുഷ്യന്റെ ആത്മാവ് പേടിച്ചാരക്കണ്ട മഹാസർപ്പത്തെയും കള്ളപ്രവാചകനെയും ഓരോ ഭയങ്കരമായിരിക്കുന്ന മൃഗമായിരിക്കുന്നതായ 3 ഒന്നിച്ചു ചേർന്നായിരിക്കുന്ന സാത്താനെ കണ്ടിട്ട് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രാണന്റെ ഉള്ളിൽ ഹല്ലേലൂയ ലോകത്തെക്കാൾ വിലപിടിപ്പുള്ളതായിരിക്കുന്ന ആത്മാവ് ഓടി ഹല്ലേലൂയ പേടിച്ചൊളിച്ചു. ഏക മനുഷ്യനാൽ പാപത്താൽ രോഗവും, രോഗത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്നതായ പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ഹല്ലേലൂയ ഈ ആത്മീയ മരണത്തിൽ നിന്ന് നീ ആദ്യമായി പുറത്തു വരണം. ഹല്ലേലൂയ നീ വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നിനക്ക് സത്യ നിത്യ ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവപാദപടങ്ങളിൽ അങ്ങനെ എന്തിയാണ്? ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും എന്തിയാണ് ലോകത്തിൽ സാർവത്രികമായി തീരുവാനിടയായി. ഇവിടെ വായിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ മരിച്ചവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുതെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പൗലോസ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ
ഹല്ലേലൂയ, ഞാനും ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് കായീൻ ആരാ? ദുഷ്ടന്റെ മകൻ. ഹല്ലേലൂയ, ആദാമിന്റെ മകനായിരിക്കുന്ന കായീൻ ദുഷ്ടന്റെ മകനായിരിക്കുന്ന കായീൻ ഹല്ലേലൂയ, ഇളയ സഹോദരനായിരിക്കുന്ന ആദ്യത്തെ വിശുദ്ധനായിരിക്കുന്ന ഹാബേലിനെ എന്ത് ചെയ്യാണ്? കൊല്ലുവാനിടയായി. വിശുദ്ധന്മാരുടെ പട്ടിക നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് ആദ്യത്തെ വിശുദ്ധനാണ് ഹാബേൽ. ഹാബേൽ മുതൽ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞതായിരിക്കുന്ന ആ വിശ്വസിച്ച കള്ളനോട് കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഹല്ലേലൂയ. മരണാന്തരം മനുഷ്യൻ എവിടെയാണ്? മരണാന്തരം മനുഷ്യൻ എവിടെയാണെന്ന് ജീവിച്ചിരിക്കുന്നതായിരിക്കുന്നതായ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് അല്ലല്ലേ, ഏകനായ ദൈവത്തിന് തൃത്വമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സാത്താന് തൃത്വമുണ്ട്. ഹല്ലേലൂയ. ഒന്ന് മഹാസർപ്പ, കള്ളപ്രവാചകൻ, ഓരോ ഭയങ്കരമായിരിക്കുന്ന മൃഗ. സ്വർഗത്തിന് തൃത്വമുണ്ട്. സ്വർഗം, സ്വർഗാദി സ്വർഗം, അല്ലല്ലേ, പുരാതനകാല സ്വർഗം. ഹല്ലേലൂയ. നരകത്തിന് തൃത്വമുണ്ട്. പാതാളം, അധമ പാതാളം, അടിത്തട്ടില്ലാത്തായ പാതാളം. മനുഷ്യന് തൃത്വമുണ്ട്. ദേഹം, ദേഹി, ആത്മാവ്. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ഈ ലോകത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭൂമിക്ക് തൃത്വമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു പോയാൽ ഒത്തിരി സമയം എടുക്കേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ അവിടെ കടപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ രണ്ട് വിധ മരണമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. അനേക മരണം ഈ ഭൂമിയിലുണ്ട്. ചിലർ കെട്ടിത്തൂങ്ങി മരിക്കുന്നു, ചിലർ വണ്ടി ഇടിച്ചു മരിക്കുന്നു, ചിലർ പാമ്പ് കടിച്ചു മരിക്കുന്നു, ചിലർ അഗാധത്തിലേക്ക് മരിക്കുന്നു, അഗാധത്തിൽ വീണു മരിക്കുന്നു, ചിലർ കുത്തേറ്റ് മരിക്കുന്നു എന്ന് വേണ്ട, ചിലർ വിഷമടിച്ചു മരിക്കുന്നു. എല്ലാം മരണമാ. ചിലര് സാധാരണ രീതിയിൽ മരിക്കുന്നു. എന്നാൽ പൗലോസ് ഇവിടെ പ്രിയാണ്, സഹോദരന്മാരെ, നിങ്ങൾ മരിച്ചവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം ദേശമേ, നീ മരിച്ചവരെ കുറിച്ച് അറിവില്ലാത്തവർ ാകരുത്, അറിവുള്ളവരായി തീരണം. ഇവിടെ നമ്മള് യേശു പറയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയം. യേശു ക്രിസ്തു ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണ ദൈവമാണ്, മനുഷ്യന് വേണ്ടി സമ്പൂർണ്ണ മനുഷ്യനാ. എന്ന് പറഞ്ഞാൽ ദൈവ മനുഷ്യനാ. മനുഷ്യ ദൈവമാ. ഇന്ന് അനേക മനുഷ്യ ദൈവങ്ങൾ അതിനെ പിൻപറ്റുന്നുണ്ടെങ്കിലോ യേശുവിനെ പോലെ മനുഷ്യ ദൈവമായ ദൈവ മനുഷ്യനായ ഒരുവൻ ഈ ഭൂമിയിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാകുകയുമില്ല. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നു. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പഴയ നിയമ പർദീസ ഇരിക്കുന്ന അബ്രഹാമിനെ വഴി വായിക്കാൻ എനിക്ക് സമയമില്ല. അബ്രഹാമിന്റെ മടിയിലേക്ക് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം കടന്നുപോയി. സ്തോത്രം. എന്തിനാണ്? പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം വായിക്കുമ്പോൾ ഞാൻ സുവിശേഷം അറിയിക്കേണ്ടതിന് വേണ്ടി, സദ്വർത്തമാനം അറിയിക്കേണ്ടതിന് വേണ്ടി, ബദ്ധന്മാരെ വിടുവിക്കേണ്ടതിന് വേണ്ടി, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിച്ചതായിരിക്കുന്ന വിശുദ്ധന്മാരെ, അവർ പാർക്കുന്നതായിരിക്കുന്നവർ, വിശ്രമിക്കുന്നതായിരിക്കുന്ന പഴയ നിയമ പറുദീസയായിരിക്കുന്ന അബ്രഹാമിന്റെ മടിയിലേക്ക് യഹോവയായ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു കടന്നുപോയിട്ട് ഹല്ലേലൂയ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിരിക്കുന്നു. ആ പഴയ നിയമ പറുദീസയിൽ നിന്നും വിശുദ്ധൻ ഹാബേൽ മുതൽ അവസാന ക്രൂശിൽ കടന്ന് വിശ്വസിച്ചതായിരിക്കുന്ന കള്ളന്റെ ആത്മാവിനെ വരെ എന്ത് ചെയ്യാണ്? പഴയ നിയമ പറുദീസയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവന്നപ്പോൾ തന്നെ
ഹല്ലേലൂയ. യേശുവിന്റെ മനുഷ്യത്വം, മനുഷ്യന് വേണ്ടി മനുഷ്യൻ മരിക്കേണ്ടതായിരിക്കുന്ന മനുഷ്യത്വം കാൽവറി ക്രൂശിൽ മരിപ്പാനിടയായി അവന്റെ മനുഷ്യത്വ ശരീരത്തെ അരിമത്തേൽ യോസഫിന്റെ കല്ലറയിൽ കൊണ്ട് വെക്കുവാനിടയായി യേശു തന്റെ വിശുദ്ധന്മാരുടെ ഹാബേൽ മുതലായിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ ഹല്ലേലൂയ ആത്മാവായിട്ട് പഴയ നിയമ പറുദീസ വെളിപ്പാട് പുസ്തകം പറയുന്നത് ഇനി മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എനിക്ക് കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമ പറുദീസ പൂട്ടിട്ട കല്ലറയുടെ വാതിക്കൽ കടന്നു വന്നിട്ട് യേശു പഴയ നിയമ വിശുദ്ധന്മാരെ പുറത്ത് നിർത്തിയിട്ട് യേശു എന്ത് ചെയ്യാണ്? കല്ലറയ്ക്കുള്ളിലേക്ക് കയറി തൻ്റെ ആ മനുഷ്യത്വ ശരീരത്തിൽ തേജോ മകനായ ദൈവം ഉയർത്തെഴുന്നേറ്റവരായി പുറത്തു വന്നപ്പോൾ പെട്ടെന്ന് മറിയ കടന്നു വന്നു. ഹല്ലേലൂയ. മറിയോട് പറയുന്ന, എന്നെ തുടരുതാ, ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കടന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 53-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് അവൻ ബദ്ധന്മാരുടെ ആത്മാക്കളുമായിട്ട്, എഫെസ്യ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ ബദ്ധന്മാരുടെ ആത്മാക്കളുമായിട്ട് അവൻ ഉയരങ്ങളിലേക്ക് കയറി ചെന്നു. മനുഷ്യർക്ക് എന്ത് ചെയ്യാണ്? ദാനങ്ങളെ നൽകിയെന്നാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ വിശുദ്ധനായിരിക്കുന്ന ഹാബേൽ മുതൽ ക്രൂശിൽ കിടന്ന വിശ്വസിച്ചതായിരിക്കുന്ന കള്ളന്റെ ആത്മാവ് യേശു ക്രിസ്തു 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ചെയ്തതിന്റെ അധ്വാനത്തിന്റെ ഫലം ഭൂലോകത്തെക്കാൾ വിലപിടിപ്പുള്ളതായിരിക്കുന്ന ആത്മാവുമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ കടന്നതിന്റെ 10-ാമത്തെ വാക്യങ്ങൾ വായിച്ചു നോക്കണം. പിതാവിന്റെ സന്നിധിയിൽ അവൻ അതിനെ പരമേൽപ്പിക്കുവാനിടയായി. അതിന്റെ ശേഷമായിട്ടാണ് യേശു ക്രിസ്തു യെരൂശലേമിൽ സിയോൻ മാളിക മുറിയിൽ കടന്നു വരുന്നത്. ഇവിടെ വായിക്കുന്ന ഈ പ്രകാരമാണ്, സഹോദരന്മാരെ, നിങ്ങൾ മരിച്ചവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുതെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ക്രിസ്തു മരിക്കുകയും ജീവനോട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ അനേക മഹാന്മാരും മഗതികളും ശാസ്ത്രിമാരും പ്രഭുക്കന്മാരും ന്യായാധിപന്മാരും ന്യായശാസ്ത്രിമാരും ഹല്ലേലൂയ നാടുവാഴികളും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും എന്ന് വേണ്ട അനേകർ മരിച്ച ഹല്ലേലൂയ ജീവിച്ച മരിച്ച അടക്കപ്പെടുന്നതായിരിക്കുന്ന ഭൂമുഖത്തല്ലേ നാം ജീവിക്കുന്നത്. മഹാനായിരിക്കുന്ന എബ്രഹാം ലിങ്കൻ, W. ജോൺസൺ, ജോർജ് വാഷിംഗ്ടൺ, ക്വീൻ വിക്ടറി, നെപ്പോളിയൻ, മോണപ്പാട്ട് രണ്ടാമൻ, US ഗ്രേറ്റ്, ആൻഡ്രൂ ജാൻസൺ, കൊറിയൽ ഗ്രേസി എന്ന് വേണ്ട ഹല്ലേലൂയ ലോറൽ റെനിസൽ എന്ന് വേണ്ട നമ്മുടെ ഹല്ലേലൂയ പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, നാടുവാഴികള്, പ്രഭുക്കന്മാർ എല്ലാവരും ഹല്ലേലൂയ ജനിച്ച് ജീവിച്ച് മരിച്ചതായിരിക്കുന്നതായ ഭൂമുഖത്തല്ലേ നാം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, ശ്രീമാൻ അയ്യങ്കാളി, ഡോക്ടർ അംബക്കാർ, ഹല്ലേലൂയ, മാക്സ, എംഗൽസ, മാമോ എന്ന് വേണ്ട ആദാ നബി മുതൽ മുഹമ്മദ് നബി വരെ ഉള്ളായിരിക്കുന്നതായ അപ്പനപ്പൂപ്പന്മാരായ വാട്ടപ്പെട്ട പുണ്യവാളന്മാർ മുഴുവനും മരിച്ചു മാറ്റപ്പെട്ട അവിടെയെല്ലാം മൺമയമായ ശരീരം മണ്ണിന്മേൽ മറഞ്ഞു കിടക്കുമ്പോൾ ഇവിടെ പ്രിയാന ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, മരണമേ നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ പാതാളത്തെ ജയിച്ച ഹല്ലേലൂയ ജീവിക്കുന്നവനായ ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പിൻപറ്റുന്ന ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവല്ലാതെ മറ്റാരുമില്ല. ഇന്ന് രാത്രികാലം നീ മരിക്കുന്നവനാ. പ്രിയ സഹോദര, നീ മരിക്കും. പ്രിയ സഹോദരി, നീ മരിക്കും. പ്രിയ മാതാവേ, പിതാവേ, നീ മരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മരണം പേറിക്കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുന്നതായിരിക്കുന്നതായ നിന്റെ ജീവിതം മരിച്ചടക്കപ്പെട്ട 6 അടി മണ്ണിനിരയായി കടന്നുപോയവരുടെ പുറകെ നീ പോകരുത്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ മുൻപാകെ കടന്നു പോകുന്നതായിരിക്കുന്ന നേതാക്കന്മാർ മരിക്കും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. മരിച്ചവരുടെ പുറകെ പോകുന്ന മരണവും ചുമന്നുകൊണ്ട് കടന്നു പോകുന്നവരായിരിക്കുന്നതായ വ്യക്തിയുടെ പുറകെ പോകുന്നവരാകാതെ മരിച്ചടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്നവനായ, ഹല്ലേലൂയ, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും വരുന്നവനായ യേശുവിന്റെ പിന്നാലെ പോകുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. ഇവിടെ ഹല്ലേലൂയ വിശുദ്ധ പൗലോസ് പറയാണ്, ക്രിസ്തു മരിക്കുകയും ജീവിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ തന്നെ നിങ്ങളെയും എന്ത് ചെയ്യാണ്? ഉയർപ്പിക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെയും ഉയർപ്പിക്കുമെന്ന കർത്താവിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് പറയുക. പൗലോസ് ആരായിരുന്നു? പൗലോസിന്റെ പേര് ശൗൽ എന്നായിരുന്നു. ശൗലിന്റെ അവസ്ഥ എന്തായിരുന്നു? ചോദിച്ചു വാങ്ങുക എന്നുള്ളതായിരിക്കുന്നതായ ആ അർത്ഥമാണ് ശൗൽ എന്ന വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ ആരെങ്കിലും പിൻപറ്റിയാൽ, സുവിശേഷം ആരെങ്കിലും പ്രസംഗിച്ചാൽ, ഹല്ലേലൂയ, കർത്താവിനെ വിശ്വസിച്ചാൽ അവരെ കൽത്തുറങ്കങ്ങളിലാക്കുക, അവരെ പിടിച്ചു കെട്ടുക, അവരെ ഉന്മൂലനാശം ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യാണ്? റോമിൽ വരിക്കുന്നതായ സകല ക്രിസ്ത്യാനികളെ തച്ചുടച്ചുന്മൂലം നാശം ചെയ്യേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ ഗമാലിയേലിനോട് അധികാര പത്രം ഏറ്റുവാങ്ങി ആര്? ശൗല. ഹല്ലേലൂയ. ഏറ്റുവാങ്ങിക്കൊണ്ട് ശൗല് ദമസ്കോസിലേക്ക് കടന്നു പോകുക. എന്തിന് കടന്നു പോകുന്ന? യേശുവിനെ വിശ്വസിക്കുന്നവർ, യേശുവിനോട് പ്രാർത്ഥിക്കുന്നവർ, യേശുവിനെ ആരാധിക്കുന്നവർ, യേശുവിനെ പിൻപറ്റുന്നവർ, യേശുവിനെ സാക്ഷിക്കുന്നവരെ അവരെ ഉന്മൂലനാശം ചെയ്യുക, അവരെ കൽത്തുറങ്ങളിൽ അടയ്ക്കുക, അവരെ കൊന്നുകളയുക. അങ്ങനെ ശൗല് കടന്നു പോകുമ്പോൾ ദമസ്കോസിന്റെ വാതുക്കൽ, പടിവാതുക്കൽ വെച്ചുകൊണ്ട് സൂര്യനെ വെല്ലുമാടിക്കുന്ന ഒരു തേജസ് അടിച്ചു. പൗലോസ് എന്ത് ചെയ്യാണ്? അവന്റെ ജഡിയ കണ്ണടഞ്ഞു. അവന്റെ അറിവും ജ്ഞാനവും തത്വജ്ഞാനവും എല്ലാം എന്ത് ചെയ്യാണ്? അതോടുകൂടി അങ്ങ് പോയി. ഹല്ലേലൂയ. അവൻ നിലംപരിചയായി അങ്ങ് കിടക്കുക. നിലംപരിചയായി കിടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് കേൾക്കുന്നത്? ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? നീ മുള്ളിനോട് ഉദയ്ക്കുന്നത് എന്താ? ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സുവിശേഷ വിരോധികളെ, സുവിശേഷത്തോട് മറുതലിക്കുന്നവരെ, ഹല്ലേലൂയ, നമ്മെ പോലെയല്ല വലിയ കപ്പലിന്റെ ഉടമ, ഹല്ലേലൂയ, വലിയ ധനാട്ടിയെ, വലിയ തത്വജ്ഞാനിയായിരിക്കുന്നതായ ശൗലെന്തിയാണ്? ദൈവിക തേജസ്സിനായി പിടിക്കപ്പെട്ടു. അവന്റെ മാനുഷ്യ കണ്ണടഞ്ഞു. ആരാ ദൈവം? ദൈവം എവിടെയുള്ളവനായിരുന്നു? പൈസ ആരെങ്കിലും ദൈവത്തെ കണ്ടവരുണ്ടോ? കണ്ടവരുണ്ടെന്ന് പറഞ്ഞു തരാമോ? ആർക്കറിയാം? നാം എല്ലാം വെറും സൃഷ്ടികൾ മാത്രമല്ലേ? സൃഷ്ടിതാവ് എവിടെ? ഹല്ലേലൂയ. വേഷത്തിന്റെ കൃതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എംഗൽസിന്റെ കൃതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കുക്കുചാമയുടെ കൃതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിന്റെയും രാമകൃഷ്ണ പരമഹംസരുടെയും ഗുരുനാനാക്കിന്റെയും അംബക്കറിന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും മന്നത്ത് പത്മനാഭന്റെയും അയ്യങ്കാളിയുടെയും കൃതികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവർക്കാർക്കും അചഞ്ചലനായ ദൈവമെന്ന ഹല്ലേലൂയ വ്യക്തിത്വത്തെ അവതരിപ്പിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ വിശുദ്ധ തിരുവചനത്തിന്റെ 1-ാമത്തെ പുസ്തകം അതിന്റെ 1-ാമത്തെ താളിൽ 1-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ദിവസങ്ങൾ നിന്റെ ഹല്ലേലൂയ പുറത്തെ കണ്ണല്ല, ഈ കാണുന്ന ചരാചരങ്ങളെ കാണുന്ന കണ്ണല്ല തുറക്കണ്ട, നിന്റെ അകത്തെ മനുഷ്യന്റെ ആത്മീയ കണ്ണൊന്ന് തുറക്കണ. ഹല്ലേലൂയ. അവന്റെ പുറമേയുള്ള കണ്ണടഞ്ഞപ്പോൾ ശൗല് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? പുറത്തെ മനുഷ്യന്റെ കണ്ണടഞ്ഞു കഴിഞ്ഞപ്പോ, ജഡിക മനുഷ്യന്റെ കണ്ണടഞ്ഞു കഴിഞ്ഞപ്പോ, അവന്റെ ജഡികത്വം അവനെ വിട്ടുമാറിയപ്പോ, അവന്റെ ലോകത്വം അവനെ വിട്ടുമാറിയപ്പോ, അവന്റെ പൈശാചിക അവനെ വിട്ടുമാറിയപ്പോ പൗലോസ് ചോദിക്കാതെ ശൗൽ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവ്? അതിന്റെ മധ്യത്തിൽ കർത്താവ് പറയാണ്, നീ ഉപദ്രവിക്കുന്നവനായ ഹല്ലേലൂയ നാസറേനായ യേശുവത്രേ ഞാൻ.
ആ പൗലോസ് പിന്നാലെ എന്ത് ചെയ്യാണ്? ആ ശൗൽ എന്ത് ചെയ്യാണ്? പിന്നാലെ പൗലോസ് എന്ന ചെറിയവൻ, വലിയ ധനാഠ്യവൻ, അന്നത്തെ ഭൂഷാസി, അന്നത്തെ തത്വജ്ഞാനി, ഓ സത്യദൈവത്തെ കണ്ടപ്പോൾ പറയാണ്, ഞാൻ ഒന്നുമല്ല, ഓ ഞാൻ വെറും കൃമി, ഞാൻ വെറും പുഴു, ഞാൻ വെറും ചെറിയവൻ. ആ പൗലോസ് പറയാണ്, ഹല്ലേലൂയ, നിങ്ങൾ മരിച്ചവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ക്രിസ്തു മരിക്കുകയും ജീവനോട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇവിടെ ഒരു ഉണ്ണിയേശുവിനെയല്ല പ്രസംഗിക്കുന്നത്. മറിയയുടെ മടിയെ ഹല്ലേലൂയ വാരിയെടുത്ത് തലകയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതായ ഹല്ലേലൂയ യേശുവിനെ അല്ല പ്രസംഗിക്കുന്നത്. എല്ലാ വർഷവും ഡിസംബർ 25-ാം തീയതി എന്ത് ചെയ്യാണ്? തൊഴുത്തിൽ പിറക്കുന്നതായിരിക്കുന്നതായ യേശു ക്രിസ്തുവിനെ അല്ല പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാണ്? മരിച്ചടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഞാൻ പോയതുപോലെ തന്നെ നിങ്ങളെ വീണ്ടും ചേർക്കുവാൻ വേണ്ടി ഞാൻ വരുമെന്ന് പറഞ്ഞതായ യേശു ക്രിസ്തുവിനെ അത്ര ഇവിടെ പ്രസംഗിക്കുന്നത്. അവനാരാണ്? ചരിത്രാതിൽ നിസ്തുലന. അവനാരാണ്? ചരിത്രത്തിൽ നിസ്തുലന. അവനാരാണ്? ജനനത്തിൽ നിസ്തുലനാണ്. അവനാരാണ്? ജീവിതത്തിൽ നിസ്തുലനാണ്. അവനാരാണ്? പരസ്യ ശുശ്രൂഷയിൽ നിസ്തുലനാണ്. അവനാരാണ്? അത്ഭുതത്തിൽ നിസ്തുലനാണ്. അവനാരാണ്? മരണത്തിൽ നിസ്തുലനാണ്. അവനാരാണ്? അവൻ ഉയർപ്പിൽ നിസ്തുലനാണ്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ പ്രസംഗിക്കുന്നതിൽ വളരെയേറെ സന്തോഷവാനാണ് ഞാൻ. ഇവനാരാണ്? മോശയേക്കാൾ നടത്തിപ്പുകാരനും യോശുവയേക്കാൾ വലിയ യുദ്ധവീരന്, ദാവീദിനേക്കാൾ വലിയ രാജാവ്, ജ്ഞാനികളുടെ ജ്ഞാനിയായിരിക്കുന്ന ശലോമോനേക്കാൾ വലിയ ജ്ഞാനിയോ, പ്ലേറ്റോയേക്കാൾ വലിയ ദർശനോ, ബുദ്ധനേക്കാൾ വലിയ ത്യാഗിയോ, മാക്സിനെ എംഗൽസിനേക്കാൾ താത്വിക നിരീശ്വരന്മാർക്കാൾ അല്ലെങ്കിൽ ആയുധമില്ലാതെ അല്ലെങ്കിൽ വാക്കിനാൽ വായിക്കുന്നതായ അവന്റെ നാവ് കൊണ്ട് ലോകത്തെ വെട്ടിപ്പിടിച്ചവനായ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനേക്കാൾ അവിശ്വാസ സംഘത്തെ പുറകിൽ എറിഞ്ഞുകൊണ്ട് വിശുദ്ധന്മാരുടെ വിശ്വാസ സംഘത്തിലേക്ക് നയിക്കുവാൻ കൊള്ളാമെന്ന ഇത്ര വലിയ നേതാവ് ആരാണുള്ളത്? ഞാൻ വലിയ പാർട്ടി പ്രവർത്തനമായിരുന്നു. ഹല്ലേലൂയ. ഈ പ്രിയപ്രദായിരിക്കുന്ന എൻ്റെ സഹോദരിക്കറിയാം, ഒന്നിനും കൊള്ളാത്തവനായിരുന്നു, വേറൊരു നാട്ടുകാരൻ എന്ന പേരാണ് സ്റ്റേണായി. ഹല്ലേലൂയ. ഇന്ന് ഷേണായി എന്നറിയപ്പെടുന്നത് അത്ര ആളായിരുന്നു. 9-ാമത്തെ വയസ്സിൽ നക്സൽ ബാരിയുടെ പ്രവർത്തനത്തിൽ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത കോയിപ്പുറംകാരൻ വന്നായിരിക്കുന്ന ഒരു വീടുണ്ട്. അവിടെ ഒരു സഹോദരി വേലയ്ക്കുന്നതായ ആ സഹോദരി ഹല്ലേലൂയ, അന്ന് എനിക്ക് 9 വയസ്സ് പ്രായമേ ഉള്ളൂ. എന്നാൽ വിപ്ലവത്തിന്റെ വീര്യമാണ് നടത്തുന്നത്. എന്നാൽ ആ സഹോദരിയെ കൊന്നതിന് ശേഷമായിട്ട് ദേശത്തെ എല്ലാം വിളിച്ചു വരുത്തി അല്ലെങ്കിൽ മറവിചതായിരിക്കുന്നതായ ആ ഡെഡ് ബോഡി എന്ത് ചെയ്യാണ്? അന്ന് തിരിച്ച അല്ലെങ്കിൽ പുറത്തെടുക്കുവാൻ വേണ്ടി അന്ന് നിന്നായിരിക്കുന്ന അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ സ്നേഹിതനാ, ഇന്ന് ആ മുനിസിപ്പാലിറ്റിയുടെ 32-ാമത്തെ വാർഡിൽ വായിക്കുന്ന സത്യനേശൻ താൻ പാർട്ടിയുടെ ഹല്ലേലൂയ ഡിഎഫ്ഐയുടെ പ്രസിഡന്റായിരിക്കുമ്പോൾ ഞാനതിന്റെ സെക്രട്ടറിയാ. അന്നത്തെ ആ വിപ്ലവം എനിക്ക് പോരായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? അനീതിക്കെതിരെ കലാപം ഉയർത്തുക, CPM സിന്ദാബാ, നക്സൽ ബാരി സിന്ദാബാ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഒരു കാലത്ത് എന്ത് ചെയ്യാണ്? ഞങ്ങൾ കൊയ്യും വയലുകളല്ല, ഞങ്ങളുടേതാകും പൈങ്കിളി എന്ന് പറഞ്ഞുകൊണ്ട് കൈമുറ്റി തുരുട്ടി പിടിച്ചുകൊണ്ട് ഊക്കോട് ഉയർത്തിക്കൊണ്ട് രക്തസാക്ഷി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയക്കുന്ന മുദ്രാവാക്യത്തിന്റെ പുറകെ കടന്നുപോയതായിരിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ അന്നത്തെ വിപ്ലവം എനിക്ക് പോരായിരുന്നു. അതുകൊണ്ട് ഞാൻ നക്സലിൽ ചേർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ കോട്ടയം NSSൽ ഹല്ലേലൂയ 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ CD ഘോഷ് എന്ന് വന്നിരിക്കുന്നതായ ഒരു പ്രിയ സഹോദരൻ ഇട്ടതാണ് ഹല്ലേലൂയ പേരാണ് ഹല്ലേലൂയ സ്റ്റേണായി. പിൻകാലങ്ങൾ എന്തിയാണ്? കർത്താവിന് വേണ്ടി ഇന്നുവരെ സ്റ്റേണായി നിൽക്കുവാൻ എന്റെ ദൈവം എന്നെ ഇടയാക്കി. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, ഞാൻ വിശുദ്ധ തിരുവചനം പഠിച്ചപ്പോൾ, അധികമായി സത്യത്തെ കുറിച്ച് പഠിച്ചപ്പോൾ, ദൈവത്തെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എത്ര വലിയവനായിരുന്ന
ഹല്ലേലൂയ, അവൻ 9 നില കെട്ടി പടുത്തുയർത്തിയാൽ വീണ്ടും അതിന്റെ മുകളിൽ കമ്പി ഉയർത്തി വെച്ചാൽ അവിടെയും എന്തിയാണ്? മൃത്യു കരേറി ചെല്ലും. മനുഷ്യന്റെ മരണം കൊണ്ട് സകലതും ഇവിടെ അവസാനിക്കുമെന്ന് പലരും വിചാരിക്കുമ്പോൾ യോബ് ചോദിക്കുകയാണ്, മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ? ഇന്ന് രാത്രികാല മരണത്തെ കുറിച്ച് അറിവില്ലാത്തവരായി ദൈവ പൈതലേ, ദേശമേ, നീ കടന്നു പോകരുതാ. ഹല്ലേലൂയ. 2 മരണം മാത്രമാണ് ഈ ഭൂമുഖത്തുള്ളത്. ഒന്ന്, ചിലരെന്തിയാണ്? പാപത്താൽ മരിക്കുന്നു. പിന്നെ എന്തിയാണ്? ഹല്ലേലൂയ. 2, കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൽ നിദ്ര പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ ആകാശമേഘങ്ങൾക്കുള്ളിലൂടെ ഇറങ്ങി വന്നവനായ കർത്താവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കണം. മനുഷ്യന് വേണ്ടി മനുഷ്യൻ മരിക്കേണ്ടതാണ്. മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട്, ഏക മനുഷ്യനാൽ പാപം വന്നതുകൊണ്ട് മനുഷ്യന് വേണ്ടി മനുഷ്യൻ മരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സാക്ഷാൽ ഏകനായ ദൈവം വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഹല്ലേലൂയ. സാക്ഷാൽ ഏകനായ ദൈവം നിത്യതയിൽ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ആ റോമ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നപ്പോൾ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഇസ്രായേൽ, ഹല്ലേലൂയ, ദൈവമില്ലാത്തതായിരിക്കുന്ന കാവ്യ ആരാധകർ, അവർ എന്തിയാണ്? ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. ദൈവമേ, ഈ ലോകം മുഴുവനും അസത്യത്തിലാണ്. ഈ ലോകം എന്തിയാണ്? അന്ധകാരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ലോകം ഹല്ലേലൂയ മരണം കൊണ്ട്, മൃത്യു കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ആവശ്യമാണ്. മരണമുള്ളതായ ഈ ശരീരത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അവിടെ പ്രാർത്ഥന ആകാശമണ്ഡലങ്ങളെ താണ്ടി, 1000 കോടി വാനഗോളങ്ങളെ താണ്ടി, സ്വർഗത്തിൽ പുരാതന സ്വർഗത്തിൽ നിത്യ സിയോനിൽ ഇരിക്കുന്നവനായ ദൈവത്തിന്റെ കാതുകളിൽ മുഴങ്ങി കേട്ടപ്പോ സർവശക്തനായ ദൈവം ഹല്ലേലൂയ തന്റെ സിംഹാസനത്തിൽ ചാടി എഴുന്നേറ്റിട്ട് യെശയ്യാ പുസ്തകം വായിക്കുന്നു. നിങ്ങളുടെ ഹനന്യായാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗങ്ങളും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സുകൊണ്ടും എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളെയോ കോലാട്ടുകുറ്റന്മാടിയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ഇത് നിങ്ങളോട് ചോദിച്ചതാർ. ഇനി നിങ്ങൾ ഇങ്ങനെ വ്യർത്ഥമായുള്ളതായ കാഴ്ചകൾ നിങ്ങൾ കൊണ്ടുവരരുതാ. അമാവാസിയും ശബത്തോ കൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ അതിനവസാനം വായിക്കുന്ന വഴി നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ഞുവപ്പായിരുന്നാലും അതിനെ ഞാൻ ഹിമം പോലെ വെളുപ്പിക്കാം. ഇത് കേട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ ഹല്ലേലൂയ മാറത്തടിച്ചവർ പറഞ്ഞു, ദൈവമേ, ഞങ്ങൾ അരിഷ്ട മനുഷ്യർ, ഈ അരിഷ്ട മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ഞങ്ങളെ ആർ വിടുവിക്കും? ഈ ശബ്ദം ആകാശമണ്ഡലങ്ങളെ താണ്ടി സ്വർഗത്തിൽ പുരാതന സ്വർഗത്തിൽ നിത്യ സിയോനിൽ വസിക്കുന്നവനായ ദൈവത്തിന്റെ കാതുകളിൽ മുഴങ്ങിക്കിട്ടു. ദൈവം തന്റെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ശബ്ദം മുഴക്കി നമുക്ക് വേണ്ടി പോകും. നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാന്നിധ്യത്തിലും നമ്മുടെ സൗഭാഗ്യത്തിലും നമ്മുടെ സന്തോഷത്തിലും നമ്മെ ആരാധിക്കുവാൻ സൃഷ്ടിച്ചതായിരിക്കുന്ന മനുഷ്യൻ പാപം ചെയ്ത് അകന്നു പോയപ്പോൾ ആർ നമുക്ക് വേണ്ടി അവരെ നേടുവാൻ പോകും? ദൈവം നോക്കിയപ്പോൾ മനുഷ്യൻ ജഡരക്തങ്ങളോടുകൂടെ ഉള്ളവനാണ്. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ദൈവം നിത്യനാണ്, തേജോമകനാണ്. അവന് രക്തമില്ല. അവന്റെ ഹല്ലേലൂയ സൃഷ്ടിയാൽ വായിലെ ശ്വാസത്താൽ ഉളവായിരിക്കുന്ന കെരൂബിന് രക്തമില്ല, സാറാപ്പുകൾക്ക് രക്തമില്ല. ഹല്ലേലൂയ.
ദൂതന്മാർക്ക് രക്തമില്ല, ദൈവപുത്രന്മാർക്ക് രക്തമില്ല എന്ന് വേണ്ട. അങ്ങനെ ഇരിക്കവേ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സാന്നിധ്യത്തിലും സൃഷ്ടിച്ചതായിരിക്കുന്നതായ മനുഷ്യരെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി സാക്ഷാലേഖനായ ദൈവം തന്റെ പുത്രനായിട്ട് ഈ ഭൂമിയിൽ വരേണ്ടതിന് വേണ്ടി ദൈവം തീരുമാനിച്ചു. ഈ മനുഷ്യന് വേണ്ടി ഞാൻ മനുഷ്യനായി ഇറങ്ങി വരുവാൻ പോകുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാന? പരിശുദ്ധാത്മാവ, ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവം കന്യയുടെ ഉദരത്തിൽ, മറിയയുടെ ഉദരത്തിൽ ഒരു മനുഷ്യാവതാരം എടുത്തു. അതാണ് ദൈവപുത്രൻ. ഹല്ലേലൂയ. മനുഷ്യന് വേണ്ടി മനുഷ്യൻ മരിക്കേണ്ടതാകയാൽ ഹല്ലേലൂയ ദൈവപുത്രനായി ഇറങ്ങി വന്നവനായ കർത്താവ് കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ മനുഷ്യന് വേണ്ടി മനുഷ്യൻ മരിക്കേണ്ടതാകയാൽ കാൽവരി ക്രൂശിൽ നിന്ന് രാത്രികാലം എന്റെയും നിന്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, നിന്റെയും ഹല്ലേലൂയ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരെയും നമ്മൾ ഒന്നാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കാൽവരി ക്രൂശിൽ ഈ ഭൂമിയിൽ അവസാനമായി ഏത് മനുഷ്യൻ ജനിക്കുവാൻ പോകുന്നുവോ ആ മനുഷ്യൻ അവസാനമായി ചെയ്യുവാൻ പോകുന്ന പാപം ഏതോ ആ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നതായ കർത്താവായ യേശു ക്രിസ്തു അവൻ മരിച്ച അടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. 50ാമത്തെ ദിവസം ഹല്ലേലൂയ യെരൂശലേമിൽ ഹല്ലേലൂയ സിയോൻ മാളികമുറിയിൽ വീണ്ടും കടന്നു വന്നു. 40 ദിവസക്കാലം തന്റെ ശിഷ്യന്മാരുമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചതായിരിക്കുന്ന കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുകയാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയതിന് ശേഷമായിട്ട് ഞാൻ വീണ്ടും മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, കർത്താവ് തൻ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളവും ആകാശമേഘത്തിൽ ഹല്ലേലൂയ കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി കടന്നു വരുവാൻ പോകുകയാണ്. യേശു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചല്ലോ, ഗുരു അങ്ങയുടെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിപ്പാനിടയായി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ജാതി ജാതിയോട്, രാജ്യം രാജ്യത്തോട്, മതം മതത്തോട്, രാഷ്ട്രം രാഷ്ട്രത്തോട്, അപ്പൻ മക്കളോട്, മക്കൾ അപ്പനോട്. ഹല്ലേലൂയ. അതുപോലെ ഭൂലോകത്തിലെ അടയാളങ്ങൾ, ആകാശത്തിലെ അടയാളങ്ങൾ, ഭൂമി പൊട്ടുമ്പോൾ കീറുമ്പോൾ മത്തനെ പോലെ ചാഞ്ചാടുമ്പോൾ കാവൻ പാടം പോലെ ആടുമ്പോൾ ഹല്ലേലൂയ ഭൂമി ഈറ്റ് നോവിന്റെ അവസ്ഥയിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളി, എന്റെ വരവ് അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ വിരൽ ചൂണ്ടുകയാണ്. കർത്താവ് പൗലോസ് പറയാണ്, ഹല്ലേലൂയ കർത്താവിന്റെ ഗംഭീരനാദം. എന്തിനാണ് കർത്താവിന്റെ ഗംഭീരനാദം? മരിച്ച അടക്കപ്പെട്ട ഭൂമിയിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാരുടെ ഉയർപ്പിനാണ് കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുന്നത്. രണ്ട് കാര്യം നടക്കും. ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ കോടാനുകോടി വിശുദ്ധന്മാർ ഹല്ലേലൂയ ഈ ഭൂമിയിൽ വിശ്രമിക്കുന്നവരുണ്ട്. ഇപ്പോൾ കർത്താവ് വന്നാൽ കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഇവിടുന്ന് തന്നെ ചില വ്യക്തികൾ ഉയർത്തെഴുന്നേറ്റെന്ന് വരാ. നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ്. 1ാം നൂറ്റാണ്ടിൽ ജീവിച്ചു നയിക്കുന്ന വിശുദ്ധന്മാരുടെ ആദ്യമെങ്കിലും ശരീരം ഇവിടെ വിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇവിടുന്ന് എന്ത് ചെയ്യാണ്? അവർ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. ഹല്ലേലൂയ. ജീവനോട് ശേഷിക്കുന്ന നാം അപ്പോൾ തന്നെ എന്ത് ചെയ്യാണ്? രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ. ഈ മാംസപിണ്ഡമായിരിക്കുന്ന ഒന്ന് കുളിച്ചില്ലെങ്കിൽ മക്കളോട് പറയാ, പോയി കുളിച്ചിട്ട് വാടാ എന്ന് പറയുന്നതായിരിക്കുന്ന ദുർഗന്ധം പുറപ്പെടുവിക്കുന്നതായിരിക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, ഹല്ലേലൂയ ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അതുകൊണ്ടാണ് ജഡശരീരം എടുത്ത് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിന്റെ ആ തേജസ്സിന്റെ ശരീരത്തിൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കും.
കർത്താവിന്റെ ഗംഭീരനാഥം മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പിനും ജീവനോട് ശേഷിക്കുന്നവരുടെ രൂപാന്തരത്തിനുമാണ് പ്രധാന ദൂതന്റെ ശബ്ദം. എന്തിനാ പ്രധാന ദൂതന്റെ ശബ്ദം? ഞങ്ങളൊരു 4-5 വർഷം അന്ന് എൻ്റെ കൂടെ ഉണ്ടായ ഒരു ആരുമില്ലെന്ന് തോന്നിപ്പോ പ്രൈസലോ ഹല്ലേലൂയ കോട്ടയം സെൻട്രലിൽ 10-ാം വട്ടത്തിൽ സുവിശേഷ യോഗം ഇതോടെ ക്രൂസൈഡ് നടത്തുകയാണ്. ആദ്യത്തെ ദിവസം ഒരു ദിവാസൻ പ്രസംഗിച്ചു, 2 ദിവസം യോഗ, 2-ാം ദിവസം പ്രൈസലോ ഞാൻ പ്രസംഗിച്ചു. അവസാനം എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ സാധന സാമഗ്രികളെല്ലാം വണ്ടിയിലിട്ട് ഞങ്ങൾ പിറക്കി കഴിയുമ്പോൾ ലൈറ്റ് അങ്ങോട്ട് കെടുത്തിയപ്പോൾ ചറുപുറ അടിയ ശബ്ദം, വടിവാളും കമ്പിവടിയൊക്കെ ആയിട്ട് വന്നിട്ട് ചപ്രം ചുപ്രം അടിക്കുക. ഞാനെന്ന് എൻ്റെ ഒരു സഞ്ചിയിലാണ് ഈ സ്വത്രക്കാഴ്ച തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ സുവിശേഷം ഇവിടെ ഇതിനകത്ത് നിറയെ കാശ സഞ്ചി പിടിച്ചങ്ങോട്ട് വലിക്കുമ്പോൾ സമയത്ത് കല്ലിൽ ഞാൻ പറഞ്ഞു, സഹോദര വിടെന്ന് പറഞ്ഞാൽ വിടത്തില്ല, നിന്റെ കാശുമായിട്ട് പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ വിടിട്ടൊരു ചവിട്ട. ആ ചവിട്ടിൽ എന്ത് ചെയ്യാണ്? ഞാൻ ഒരു ഓടയ്ക്കകത്ത് പോയി. അല്ലെങ്കിൽ അവിടുന്ന് പൊങ്ങി വരുന്നതായിരിക്കുന്ന സമയത്ത് ഒറ്റ അടിയായിരുന്നു എൻ്റെ പെടലിക്കിട്ട പ്രൈസ. ആ അടി മേടിച്ച് കഴിഞ്ഞ ഉടനെ ഹല്ലേലൂയ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സമനില അങ്ങ് വിട്ടുപോയി. ഹല്ലേലൂയ ഞാൻ ദൈവദാസനാണെന്നോ അന്ന് രാത്രികാലം ദൈവനം പ്രസംഗിച്ച ആളാണെന്നോ ഹല്ലേലൂയ ഞാൻ അങ്ങ് മറന്നുപോയി. എൻ്റെ വേദന എൻ്റെ ശരീരത്തിൽ വന്നോടനെ അടുത്ത് കിടന്നായിരിക്കുന്നതായ എടുത്ത പൊങ്ങി വരാത്തൊരു കല്ല് ഞാൻ എടുത്തു. ഇനി എന്നെ തൊട്ടുപോയാൽ ഈ കല്ലുകൊണ്ട് നിന്നെ തലയെറിഞ്ഞാൽ പൊട്ടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളാരും ദൈവമല്ല, ദൂതന്മാരല്ല, നമ്മൾ ഈ ശരീരത്തിൽ വസിക്കുന്നവരാണ്. എന്തിനാണ്? ഹല്ലേലൂയ. പ്രധാന ദൂതന്റെ ശബ്ദം. അയ്യോ ഷണായി പാസ്റ്റർ അന്ന് പ്രസംഗം കഴിഞ്ഞതായിരിക്കുന്നതായ അവിടെ തന്നെ ഹല്ലേലൂയ താൻ ഒരു ദൈവദാസനല്ലേ, താൻ പ്രസംഗിച്ചത് ആളല്ലേ, ഹല്ലേലൂയ തന്നെ തല്ലിയപ്പോൾ അത് നിന്നു കൊള്ളാൻ മേലെ എന്നുള്ളതായിരിക്കുന്ന ചിന്തയിൽ താൻ നിൽക്കാൻ നമ്മളെ സമനില മറന്നുപോയി വേദന എടുത്തപ്പോൾ. എന്നാൽ ഹല്ലേലൂയ ഉയർപ്പിന്റെ കാലത്ത് എന്ത് ചെയ്യാണ്? സാത്താൻ പറയും ഇവനത് ചെയ്തതാ. മോശയോട് പറഞ്ഞു ഹല്ലേലൂയ പാറയോട് കൽപ്പിക്കുക. മോശ എന്ത് ചെയ്യാണ്? പാറയെ അടിച്ചതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മോശയുടെ ഹല്ലേലൂയ ശരീരം എന്ത് ചെയ്യാണ്? സാത്താൻ വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ ദൈവം പറഞ്ഞ ഹല്ലേലൂയ കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അടിച്ചവനെ അവന്റെ ശരീരം ഞാൻ വിട്ടുതരത്തില്ല. അയ്യോ ഷണായി പാസ അന്ന് പ്രസംഗിച്ചപ്പോൾ ആ സുവിശേഷ വിരോധിയെ കല്ലുകൊണ്ട് ഇടിക്കുവാൻ നോക്കിയല്ലേ, ഇവൻ ഉയർക്കുവാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്? പ്രധാന ദൂതനായിരിക്കുന്നതായ മീഖായേൽ പറയാ, ഏ ദുഷ്ടാത്മാവേ, ഏ സാത്താനേ, നീ വിട്ടു പോ. സ്തോത്രം. സാത്താൻ അവനെ സ്പർശിക്കും. കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥ ചെയ്യുന്നവനായ ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ദൈവസല്ല ഇവിടെ വായിക്കുന്നതിനെയാണ് പ്രധാന ദൂതന്റെ ശബ്ദം. ദൈവത്തിന്റെ കാകളത്തെ അടിപ്രധാനമായി 3 തിരിക്കാം. 1 പഴയ നിയമ കാകളം, 2 പുതിയ നിയമ കാകളം, 3 അന്ത്യ കാകളം. പഴയ നിയമ കാകളത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പുകയായിരിക്കുന്ന വെള്ളി കൊണ്ട് അടിപ്പ് പണിയായിരിക്കുന്ന കാകളം മോശ അഹരോന് ഊതുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമ കാകളം പെന്തക്കോസ്ത് നാളിൽ ഊതുവാൻ തുടങ്ങി. യേശുക്രിസ്തു 2 പേരെയാ വിളിച്ചത്, അന്ത്രയോസിനെയും പത്രോസിനെയും. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 5 മാറി, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 7 മാറി, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 70 മാറി, അത് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ 120 മാറി, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 3000 മാറി, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 5000 മാറി. ഇന്നെന്തിയാണ്? എണ്ണുവാൻ കഴിയത്തില്ല. വാളെടുക്കുന്നവനല്ല വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇരിക്കുന്നവരെ ഈ മൈക്ക് കൊടുത്താൽ സുവിശേഷത്തെ കുറിച്ച് പ്രസംഗിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ അങ്ങനെ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചതായിരിക്കുന്നതായ പുതിയ നിയമത്തിന്റെ കാകള് ഇന്നും ഊതിക്കൊണ്ടിരിക്കുക. എന്തിനാണ് ഊതുന്നത്? ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെടുന്നത് നീയാണെന്നറിഞ്ഞാൽ എനിക്ക് അവിടെ വന്ന് പറയാമായിരുന്നു. അതിന്റെ വെളിപ്പാട് ദൈവം ഞങ്ങൾക്ക് തരാത്തത് കൊണ്ട് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞു, ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പി. വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച എന്റെ ശിക്ഷനാക്കാനല്ല, ഇവിടെ ഇരിക്കുന്ന ഉപദേശമാരുടെ ശിക്ഷനാക്കാനല്ല, കർത്താവിന്റെ ശിക്ഷനാക്കിക്കൊള്ളൂ.
ആ കർത്താവ് ഞങ്ങളോട് പറയുവാനിടയായി. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ വാക്കിൽ നിന്ന് വിരമിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇനി പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ, ഈ ലോകം അധികം നാളങ്ങോട്ട് മുൻപോട്ട് കടന്നു പോകത്തില്ല. ഹല്ലേലൂയ. ഭരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവ് കണ്ടതായിരിക്കുന്ന ഭരണം, ബാബിലോൺ സാമ്രാജ്യ, ഹല്ലേലൂയ മേദ്യ പാർശ്യ സാമ്രാജ്യ, ഗ്രീക്ക് സാമ്രാജ്യ, ഹല്ലേലൂയ റോമ സാമ്രാജ്യ, ജനകീയ ഭരണം. ഇപ്പോൾ എന്ത് ചെയ്യാണ്? ജനകീയ ഭരണത്തിന് മാറ്റം വന്നിരിക്കുന്നു. എന്താണ് ജാതിക ശിലാസ്ഥാപന ഭരണം? എന്താണ് ജാതിക ശിലാസ്ഥാപന ഭരണം? ഓ, ജാതികൾ ഒന്നിച്ചു ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ച ഹല്ലേലൂയ ഭരണത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ജാതിക ശിലാസ്ഥാപന ഭരണത്തെ കാണുവാനിടയാകും. അതുകൊണ്ട് വീണ്ടും ഒരു ഭരണം കാണുന്നു. 10 ദശലക്ഷ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു ഭരണം വരും. അത് ആന്റി ക്രൈസ്റ്റ് ഏകീയ ഭരണം. ഏകീയ ഭരണം, ആന്റി ക്രൈസ്റ്റിന്റെ എതിർ ക്രിസ്തുവിന്റെ ഭരണം ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധന്മാർ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, മാനസാന്തരപ്പെട്ട, ഹല്ലേലൂയ സ്നാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ച, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച, പ്രാർത്ഥിച്ച, ആരാധിക്കുന്നതായ ദൈവം ഇതില് നിന്നെ ചേർക്കുക. നിന്റെ വീണ്ടെടുപ്പുകാര് ആത്മീയമളവളനായ കർത്താവ്